അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ 39-40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നിന്റെ കയ്യിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെ പ്രമാണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിൽ എടുക്കുക, എവിടെയെങ്കിലും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക. ദൈവത്തിലെ നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിന്റെ പാസ്പോർട്ടോ വിസയുടെ കോപ്പിയോ എയർ ടിക്കറ്റോ എന്താണ് നിന്റെ കയ്യിലുള്ളത്, ഇപ്പം എടുക്കുക. ദൈവത്തിലെ എവിടെയെങ്കിലും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. കൃപാസനം മാതാവിനെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, സിവിൽ പോയിന്റ് കുറഞ്ഞതിൻ്റെ പേര് ജോലി കിട്ടാത്തവരുണ്ട്, ജപ്തിയാകാൻ പോകുന്നവരുണ്ട്. ആ പത്രങ്ങളെല്ലാം രേഖകളെല്ലാം നിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവ്, രേഖകൾ കയ്യിലില്ല, പക്ഷെ മനസ്സിൽ ആ രേഖ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്.
ഇപ്പം എടുക്കാൻ പറ്റാത്ത ആ രേഖ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്നവരുണ്ട്. കർത്താവേ, ആ രേഖ എവിടെയാണ് ഇരിക്കണത്? അവിടെ നിന്റെ തിരുമുറിവാർന്ന് വലത് കരുത്താൻ ആ രേഖയെ സ്പർശിക്കണമേ. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അത് നിറവേറാൻ കർത്താവ് അനുവദിക്കട്ടെ. കർത്താവ് ജോലി നഷ്ടപ്പെട്ടു പോരണവരെ, ഉപേക്ഷിച്ച് പോണവരെ, ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ പോണവരെ, പരീക്ഷയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ, പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മക്കൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഓർക്കുക. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് കയ്യിൽ വെക്കുക. അച്ഛനാ ഈ നിമിഷം ആശീർവദിക്കുന്നു. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്, ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മക്കൾ കയ്യിലെടുക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും, നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. ജോഷുവ 3:15 ഇന്നത്തെ രാവിലെയുള്ള സന്ദേശത്തിൻ്റെ ആദ്യ വചനം. ജോഷുവ 3:15. വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവാണ്. വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഉടമ്പടി ജീവിതം, പരിശുദ്ധ അമ്മയുടെ ജീവിതം, അതുപോലെ തന്നെ നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു ജീവിതമാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം, ശരിക്കും പരിശുദ്ധ അമ്മയെ നമ്മൾ വിളിക്കുന്നത് വാഗ്ദാന പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന്. അമ്മ എങ്ങനെയാണ് വാഗ്ദാന പേടകമായതെന്ന് നമുക്കറിയാം. വാഗ്ദാന പേടകത്തിന് ഒരു സിമ്പിൾ ഇക്വേഷനാണ് ഉള്ളത്. എന്താണ് അത്? ബൈബിളിൻ്റെ പൊതുവായ വെളിപാടിൻ്റെ ഒരു സമവാക്യമാണ്. അതെന്താണ്? കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അതനുസരിച്ച് ജീവിക്കുക. അതാണ് അമ്മ പറഞ്ഞത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. ലൂക്ക 1:38. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പൊ അമ്മ ദൈവത്തിന്റെ വാക്ക് നിറവേറ്റുമ്പോഴാണ് നമ്മൾ വാഗ്ദാന പേടകം ആകുന്നത്. അപ്പൊ ദൈവത്തിന്റെ പേടകമാകും, ദൈവത്തെ വഹിക്കുന്ന ആളാകും. ദൈവത്തിന് കൈയും കാലും കൊടുക്കുന്ന ഒരു പരിപാടിയാണിത്. ദൈവത്തിന് കൈയും കാലും കൊടുക്കുന്ന പുരോഹിതൻ എന്ത് ചെയ്ത്? ജോർദാൻ നദി ഇറങ്ങിയപ്പോൾ ജലം വറ്റി മാറി. നമ്മുടെ മുമ്പിൽ പതിവ് ദുഃഖങ്ങളുണ്ട്. പരമ്പരാഗത ദുഃഖങ്ങളും പതിവ് ദുഃഖങ്ങളും. ഓരോരോ മനുഷ്യൻ ഓരോരോ കാലാവസ്ഥയിൽ കടന്നു പോകുമ്പോൾ അനുഭവിക്കുന്ന പതിവ് ദുഃഖങ്ങൾ. ഇപ്പം മരണമായാലും, കടമായാലും, ജപ്തിയായാലും, ജോലി ഇല്ലാതെ അലയുന്ന അവസ്ഥയായാലും, വിവാഹം താമസിക്കുന്ന അവസ്ഥയായാലും, ഇതെല്ലാം പരമ്പരാഗതമായ ഒരു മനുഷ്യൻ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പതിവ് ദുഃഖങ്ങളുണ്ട്. ഇത് അതിജീവിക്കാൻ കഴിയുന്നതാണ്. അതിന് ബൈബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ വാഗ്ദാന പേടകമാണ്. എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുകയാണ്. അപ്പം നമ്മൾ ആരാകും? ദൈവത്തിൻ്റെ സംവാഹകരായിട്ട് മാറും. അപ്പം നമ്മളായിരിക്കത്തില്ല നദി കടക്കണത്, ദൈവമായിരിക്കും. അതുകൊണ്ടാണ് ഐശയ്യാ 43:2 പറയണില്ലേ, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ വാഗ്ദാന പേടകമായ ദൈവത്തെ വചനം പാലിച്ചുകൊണ്ട് സമുദ്രത്തിലൂടെയാണ്, കടവര ദുഃഖങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ കടന്നു പോകുന്നതെങ്കിലും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവം നമ്മോട് കൂടെയുണ്ട്. നദികൾ കടക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാക്കാനുള്ള ഒരു സൂത്രവാക്യമാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറയണത്. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അപ്പം മറ്റ് കടങ്ങളായാലും മറ്റ് ഭവിഷ്യത്തും പരാരാബ്ധങ്ങളായാലും നമ്മൾ മുക്കിക്കളയാതിരിക്കാനുള്ള ദൈവിക നടപടിക്രമമാണ് ഉടമ്പടി. അപ്പം നീ ഉടമ്പടിയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഉടമ്പടിയിൽ ആകാൻ നോക്കുക. ഉടമ്പടിയിലാണെങ്കിൽ ആ ചൈതന്യത്തെ വർദ്ധിക്കാൻ നോക്കുക. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇനി വിശുദ്ധാൽത്താരയിൽ
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയുവാനായി എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് അനുപമ ജെയ്സൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ സെയിൻറ്റ് ആൻ്റണീസ് ചർച്ച് പുറത്തൂർ ആലപ്പാട് അംഗമാണ്. ഇതെൻ്റെ അപ്പൻ ജെയ്സൺ, ഇതെൻ്റെ അമ്മ ലിസി. ഞങ്ങളിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പനാണ് ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരുന്നു ഞങ്ങളുടെ ഭവനം എന്ന് പറയുന്നത്. ഏകദേശം ഞങ്ങൾ താമസിച്ചിരുന്ന ഭവനത്തിന് 50 കൊല്ലത്തോളം പഴക്കമുണ്ടായിരുന്നു. ഒട്ടും വാസയോഗ്യമായിട്ടുള്ളൊരു ഭവനമായിരുന്നില്ല ഞങ്ങളുടെ. വെള്ളപ്പൊക്കത്തിന് ശേഷം തീരെ അതിലൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അറ്റകുറ്റപ്പണികൾ ഞങ്ങൾ ചെയ്തിരുന്നെങ്കിലും ഒട്ടും ഞങ്ങൾക്ക് താമസിച്ച് പോരാൻ പറ്റാത്ത രീതിയായിരുന്നു. അപ്പം ഞങ്ങൾ സ്വന്തമായിട്ടൊരു ഭവനം വേണം എന്ന അതിയായ ആഗ്രഹം കൊണ്ടാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതും ഉടമ്പടി എടുത്തതൊക്കെ. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ കുറേ നാൾ പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പ് വീടിന് 4 അതിരുകളിലും ഞങ്ങൾ വെതറി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് പക്ഷെ ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും സാമ്പത്തികമായിട്ട് എടുക്കാനുണ്ടായിരുന്നില്ല. 1 രൂപ പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എങ്ങനെ വീട് പണി തുടങ്ങും, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും, ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അമ്മയുടെ അടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചത് അമ്മയ്ക്ക് അനുയോജ്യമാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾക്കൊരു ഭവനം തരിക എന്നതായിരുന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് 2023 2 കുറി അടുപ്പിച്ച് 2 കുറി 10 ലക്ഷത്തിൻ്റെ 2 കുറി ഞങ്ങൾക്ക് ലഭിച്ചു. അപ്പം ഞങ്ങൾക്ക് ഒരു അടയാളം കിട്ടി. അമ്മ ആഗ്രഹിക്കുന്നതാണ് ഞങ്ങളുടെ ഭവനം, ഞങ്ങൾക്ക് ഒരു ഭവനം വേണമെന്ന് അമ്മയുടെ ആഗ്രഹമാണ് എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടി. പിന്നീടും ഞങ്ങൾക്ക് ഒരടയാളം കൂടി വേണം എന്നുള്ളത് ഒരിതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്നും കൂടിയും പ്രാർത്ഥിച്ചു. ഉപ്പ് വെതറി 4 സ്ഥലത്തും 4 അതിരിലും ഉപ്പ് വെതറി ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മേ, ഇത് ഞങ്ങൾക്ക് യോഗ്യത തന്നെ ഉള്ളതാണോ എന്ന് ഞങ്ങൾക്ക് ഒന്നുകൂടി ഉറപ്പ് തരണേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ വീട് പൊളിക്കാൻ വന്ന ആൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഒരു വ്യക്തിയായിരുന്നു ഞങ്ങൾക്ക് വീട് പൊളിക്കാൻ വന്നിട്ടുള്ള ആൾ. അങ്ങനെ വീടിൻ്റെ പണി ആരംഭിച്ചു. 2024 മാർച്ച് 13 ഞങ്ങളുടെ വീടിന് കല്ലിടലായിരുന്നു. ഞങ്ങൾ ഉടമ്പടി വസ്തുക്കളായ ഉപ്പ്, കാശുരൂപം ഇതെല്ലാം വെച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ തറക്കല്ലിട്ടത്. 1 കൊല്ലത്തിനുള്ളിൽ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഞങ്ങൾക്ക് സാമ്പത്തികം കിട്ടിയതെന്ന് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഓരോ ആവശ്യത്തിനും ഓരോ ഇതിനും ഞങ്ങളുടെ അമ്മ ഈശോയും ഞങ്ങൾക്ക് കൃത്യസമയത്ത് ആളുകളിലൂടെ ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ വേറൊരാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാം, അങ്ങനത്തെ ഇത് പാടില്ല അമ്മയെന്ന് ഞങ്ങൾ തീർത്തും വിശ്വസിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു അമ്മയുടെ അടുത്ത്. അതുവഴി ഞങ്ങളുടെ തന്നെ പൈസ കൊണ്ട് അമ്മ ഞങ്ങൾക്ക് ഭവനം പണിയാൻ വേണ്ടിയിട്ട് ഒരു അനുഗ്രഹം തന്നു. ഇപ്പോൾ കഴിഞ്ഞ 2025 നവംബർ 22 ഞങ്ങളുടെ പുതിയ വീടിൻ്റെ പാലുകാച്ചലായിരുന്നു. ഞങ്ങളിപ്പോൾ പുതിയ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അമ്മയ്ക്കും ദൈവത്തിനും 1000 നന്ദി. രണ്ടാമത് എൻ്റെ അപ്പൻ്റെ ഒരു ജോലി ആവശ്യമായിരുന്നു ഉടമ്പടിയിൽ വെച്ചിരുന്നത്. അപ്പൻ വന്ന് ഉടമ്പടി പുതുക്കി 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നാളായിട്ട് നല്ലൊരു ജോലി, മെച്ചപ്പെട്ടൊരു വരുമാനം ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷേ വയസ്സ് അത് ഒരു വെല്ലുവിളിയായിരുന്നു ഞങ്ങളുടെ മുന്നിൽ. കാരണം അപ്പൻ 56 വയസ്സ്, ഇനി പുറത്തേക്ക് പോകാൻ ചാൻസ് ഇല്ല. കാരണം എല്ലാ ഇൻ്റർവ്യൂകളും റിജക്ഷൻ വരും ഒക്കെ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെച്ചതും അങ്ങനെ തന്നെ എല്ലാ ജോലികളും എല്ലാതും ഞങ്ങൾക്ക് റിജക്ഷനായിരുന്നു വയസ്സിൻ്റെ ഇത് കാരണം. ഞങ്ങളങ്ങനെ അപ്പനോട് വന്ന് ഉടമ്പടി പുതുക്കി 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പത്രത്തിൽ ഇങ്ങനെ ഒരു പരസ്യം വന്നു. ഒരു ഹോട്ടലിൽ ഒരു മാനേജറുടെ പോസ്റ്റ്. ഞങ്ങൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ച് ഞങ്ങൾ കൊടുത്തു. ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അപ്പൻ ഉടമ്പടി വസ്തുക്കളായ കാശുരൂപം അപ്പൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൻ ഉടമ്പടി എടുത്തതാണ്. കാശുരൂപം കയ്യിലുണ്ടായിരുന്നു, ഉപ്പ്, വെഞ്ചിച്ച ഉപ്പ് കയ്യിലുണ്ടായിരുന്നു, തൈലമെല്ലാം പുരട്ടിയിട്ടാണ് അപ്പൻ ഇൻ്റർവ്യൂവിന് പോയത്. അന്ന് രാവിലെ ഇൻ്റർവ്യൂവിന് അല്ലാതും അവിടെ ചെന്നിട്ടായിരിക്കും ഇൻ്റർവ്യൂ, സ്ഥലത്ത് ചെന്ന് നേരിട്ടായിരിക്കും ഇൻ്റർവ്യൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ അന്ന് രാവിലെ എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ടായിരിക്കും ഇൻ്റർവ്യൂ എന്ന്. ഓഫ്ലൈൻ ആയിരിക്കില്ല, ഓൺലൈനായിട്ടായിരിക്കും ഇൻ്റർവ്യൂ എന്ന് മെസ്സേജ് കിട്ടി. പക്ഷെ എൻ്റെ അപ്പന് മാത്രം ആ മെസ്സേജ് വന്നില്ല. അപ്പൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ മാഡം പറഞ്ഞു, എന്തായാലും ഇൻ്റർവ്യൂവിന് വന്നതല്ലേ, നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ അപ്പനെ മാത്രമാണ് നേരിട്ട് ആ മാഡം ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പൻ ഉപ്പ് ആ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ് അവിടെ വെതറിയിരുന്നു. അങ്ങനെ ആൾ പറഞ്ഞു അറിയിക്കാം, വെയിറ്റ് ചെയ്യൂ, അറിയിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വിളി വന്നു,
നിങ്ങൾക്ക് ജോലി ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിളി വന്നത്. അതും ഏകദേശം 40 വർഷത്തോളമായിട്ടുണ്ട് ആ കമ്പനി. മസ്കറ്റിലാണ് ആ കമ്പനി. 40 വർഷത്തോളമായിട്ട് സേവനം ചെയ്യുന്ന ഹോട്ടലാണ്. ഇന്നേ വരെ വിളിക്കാത്തൊരു പോസ്റ്റ്, അത് എൻ്റെ അപ്പന് വേണ്ടി മാത്രമായിട്ട് എൻ്റെ അമ്മയും ഈശോയും തരാണ് ചെയ്തത്. ഇന്നേ വരെ ഹോട്ടൽ മാനേജർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് അവിടെ ഉണ്ടായിരുന്നില്ല. ആ ഒരു പോസ്റ്റിലേക്കാണ് എൻ്റെ അപ്പന് ഈശോ ജോലി തന്ന് അനുഗ്രഹിച്ചത്. എൻ്റെ അമ്മ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു ജപമാല റാലി 2024 ജപമാല റാലിക്ക് മുമ്പ് എൻ്റെ അപ്പന് ജോലി കിട്ടണമെന്ന്. ജപമാല റാലിക്ക് മുമ്പ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒക്ടോബർ 17-ാം തീയതി എൻ്റെ അപ്പന് വിസ വരികയും 18-ാം തീയതി എൻ്റെ അപ്പൻ അവിടെ ജോലിയിൽ കയറുകയും ചെയ്തു. എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 ഞാൻ നന്ദി പറയുന്നു. മൂന്നാമതായിട്ട് എൻ്റെ ജോലിയുടെ സംബന്ധമായിട്ടുള്ള സാക്ഷ്യമാണ്. ഞാൻ 2024 മെയ് മാസത്തിലാണ് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ പഠിച്ചത് മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ എന്ന കോഴ്സാണ്. അപ്പം ഞങ്ങളുടെ കോഴ്സിൽ 6 മാസമെങ്കിലും ട്രെയിനിങ് ഇല്ലാതെ ഞങ്ങൾക്ക് സ്റ്റാഫായിട്ട് സാലറി വിത്ത് ജോലി ഞങ്ങൾക്ക് കിട്ടില്ല. മാക്സിമം 6 മാസമെങ്കിലും ഞങ്ങൾക്ക് ട്രെയിനിങ് പീരീഡ് വേണം. ഞാൻ ഒരു 3 മാസം ട്രെയിനിങ് നടത്തി. 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കൊടുത്തിട്ട് പോലും ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലിലേക്ക് എനിക്ക് എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കും. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയതായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയപ്പോൾ വിളിക്കുക പോലും ചെയ്യാത്തൊരു ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂവിന് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഈ ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല, എന്താ പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടതെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ എന്ന് പറഞ്ഞു. അത് ഈശോയുടെ വിശുദ്ധ ഉപ്പും അമ്മയുടെ കാശുരൂപവും കയ്യിലും മുറുക്കി പിടിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയത്. പക്ഷേ ഒരു ചോദ്യം പോലും എന്നോട് അവർ ചോദിച്ചില്ല. നേരെ എന്നെ മാനേജറുടെ റൂമിൽ കൊണ്ടുപോയി എന്നോട് ചോദിച്ചു, എന്ന് കയറാൻ പറ്റും നിനക്കെന്ന് ചോദിച്ചു. അങ്ങനെയാണ് എനിക്ക് 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു, അനുപമ നിന്നെ സ്റ്റാഫായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്യാണ്, വിത്ത് സാലറി ഞങ്ങൾ സ്റ്റാഫായിട്ട് സെലക്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു. 6 മാസം ട്രെയിനിങ് കഴിഞ്ഞാൽ മാത്രമാണ് ഞങ്ങളുടെ ഫീൽഡിൽ ഒരു ജോലി കിട്ടുന്നത്. പക്ഷേ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എനിക്ക് 3 മാസം കൊണ്ട് എനിക്ക് വിത്ത് സാലറി എനിക്കൊരു ജോലി, നല്ലൊരു ഹോസ്പിറ്റലിൽ എനിക്കൊരു ജോലി തന്ന് എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു. 4മതായിട്ട് എൻ്റെ രോഗശാന്തിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഒരു 3 വർഷത്തോളമായിട്ട് എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഡോക്ടറെ കണ്ടിട്ടും ഇൻഫെക്ഷനൊന്നും മാറുന്നില്ല. ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എന്നും സ്ഥിരമായിട്ട് ഉടമ്പടി തൈലം ഞാൻ ചെവിയിൽ പുരട്ടുമായിരുന്നു. ചെവിയിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഏകദേശം 1 കൊല്ലത്തോളമായിട്ട് എനിക്ക് എൻ്റെ ചെവിയിൽ ബുദ്ധിമുട്ടോ ഇൻഫെക്ഷനോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ആ വിശുദ്ധ തൈലത്തിൻ്റെ രക്ഷ കൊണ്ടാണ് എൻ്റെ ചെവിയിൽ ഇൻഫെക്ഷൻ മാറിയതെന്ന്. 5മതായിട്ട് എൻ്റെ അമ്മയുടെ രോഗശാന്തിയെ പറ്റിയാണ് പറയുന്നത്. എൻ്റെ അമ്മ 2023 വന്നിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഇടയായത്. എൻ്റെ അമ്മയ്ക്ക് ഏകദേശം ഒരു 10-20 കൊല്ലത്തോളമായിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഇൻഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല, കാരണം യൂറിൻ ഒട്ടും പോവില്ല. ഇഞ്ചക്ഷനുകളൊക്കെ അടിച്ചാൽ മാത്രമേ എൻ്റെ അമ്മയ്ക്ക് യൂറിൻ പിന്നെ പോവുള്ളൂ. അത്രയധികം പഴുപ്പ് ഇങ്ങനെ വന്നിട്ടുള്ള അവസ്ഥയായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ 23 വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. നേരെ എൻ്റെ അമ്മ പോയത് ആശുപത്രിയിലേക്കാണ്, കാരണം അത്രയും കൂടി. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ അമ്മയ്ക്ക് ഒരു യൂറിൻ പോകാൻ ബുദ്ധിമുട്ടോ ഇൻഫെക്ഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അന്ന് തൊട്ട് എൻ്റെ അമ്മ ഉടമ്പടി തൈലം എൻ്റെ അമ്മയുടെ അടിവയറ്റിൽ പുരട്ടും. അതുപോലെ തന്നെ എന്നും രാവിലെ വെള്ളത്തിൽ ഉപ്പിട്ട് കഴിക്കും. ഇന്ന് വരെ എൻ്റെ അമ്മയ്ക്ക് ഇൻഫെക്ഷൻ വരികയോ മൂത്രം പോകാൻ തടസ്സം അനുഭവപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. പ്രേക്ഷിത പ്രവർത്തനമായി ഞങ്ങൾ ചെയ്തിരുന്നത്, ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞങ്ങൾ എല്ലാ ഇടവകകളിലും പോയിട്ട് എല്ലാ വീടുകളിലും ഞങ്ങൾ നടന്നു കൊടുക്കുകയാണ് ചെയ്യാറ്. ഇവിടുത്തെ ചൊവ്വാഴ്ചകളിലെ ധ്യാനം കൂടാറുണ്ട്, അത് ഷെയർ ചെയ്യും, സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നത്, പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഒരു പൊരി ചോറ് ആർക്കെങ്കിലും ഒരു ദിവസം ഞാൻ ജോലിക്ക് പോകുമ്പോഴോ അങ്ങനെ എപ്പോഴെങ്കിലും ഞങ്ങൾ കൊണ്ടുകൊടുക്കും. അതുപോലെ വീടിനടുത്ത് ഒരു വൃദ്ധസദനത്തിൽ പോയിട്ട് അവിടുത്തെ അമ്മമാരുടെ ശുശ്രൂഷകൾ ചെയ്യുക, അടിച്ചുവാരുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്.
എന്നും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന, ഞങ്ങൾക്ക് ഉടമ്പടി എടുത്തതിലൂടെ ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് കുടുംബ പ്രാർത്ഥന. ഒരു ദിവസം പോലും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ഇതുവരെയായിട്ടും മുടക്കിയിട്ടില്ല. ആദ്യം ഞങ്ങൾ എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ കുടുംബ പ്രതിഷ്ഠ ചൊല്ലി കുരിശ് വരച്ച് ഒക്കെ ചെയ്യാറ്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഇന്ന് വരെ കുടുംബ പ്രാർത്ഥന ഇതുവരെയായിട്ടും ഞങ്ങൾ മുടക്കിയിട്ടില്ല. എന്ത് നേരം വൈകിയാലും, എത്ര രോഗം, എത്ര വയ്യായാലും കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ടേ ഞങ്ങൾ കിടക്കാറുള്ളൂ. എന്നും പള്ളിയിൽ ഞായറാഴ്ചകളിൽ മാത്രമാണ് ഞങ്ങൾ പള്ളിയിൽ പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾക്ക് പള്ളിയിൽ പോകാനുള്ളൊരു അനുഗ്രഹം ഈശോ തന്നു. ഉപ്പും തൈലവും ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങളുടെ പുതിയ വീട് പണിതപ്പോൾ ഓരോ ഘട്ടത്തിലും ഞങ്ങൾ ഉപ്പ് വെതറി, യോഗ്യത ഉള്ളതാണോ എന്നറിയാൻ വേണ്ടി ഉപ്പ് വെതറിയിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളുടെ പണി എന്നും തുടങ്ങിയിട്ടുള്ളത്. ഇതാണ് എൻ്റെ സാക്ഷ്യം. ദൈവത്തിനും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ ഏകദേശം ഞങ്ങൾക്കിവിടെ ഉടമ്പടി എടുപ്പിക്കാൻ വേണ്ടി, പുതിയ ആൾക്കാർ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഭാഗ്യവും ഈശോ തന്നു. ആദ്യമായിട്ട് യേശുവിനും മാതാവിനും നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി വന്ന് എടുത്തത് 26/6/2024 ഒരുപാട് കാര്യങ്ങൾ അമ്മ സാധിച്ചു തന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്കമ്മ സാധിച്ചു തന്നു. അതിൽ ആദ്യമായിട്ട് ഞാൻ എൻ്റെ 75 ലക്ഷം കടവുമായിട്ടാണ് ഈ 75 ലക്ഷം കടമായിട്ട് എന്ത് ചെയ്യുമെന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഞാൻ നിൽക്കുമ്പോൾ കുറച്ച് ആൾക്കാർ എന്നോട് പറഞ്ഞു, ഈ കൃപാസനത്തിൽ വന്നു കഴിഞ്ഞാൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ, അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വന്നു. 50 ലക്ഷം എല്ലാം പറഞ്ഞു. എന്നിട്ടും അത് വീട് എടുക്കുന്നില്ല. എന്തോ തടസ്സങ്ങളായി. എനിക്ക് കടവുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് ജപ്തിൻ്റെ വക്കിലായിരുന്നു. കടവുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് വിറ്റ് ഒഴിവാക്കി ഇതാക്കണമെന്ന് വെച്ചാൽ ഒന്നും നടക്കുന്നില്ല. ഞാൻ ഇവിടെ വന്നു. വൈഫ് ആദ്യം ഉടമ്പടി എടുത്തു പോയി 3 മാസമാകുമ്പോൾ പുതുക്കാൻ വേണ്ടി വന്നു വരുമ്പോൾ ഞാനും ഉടമ്പടി എടുത്ത് ഞാനും ഇവിടുന്ന് എനക്കും ഉടമ്പടി എടുക്കണം തോന്നി. ഇത് ഒറ്റക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ വിശ്വാസ പ്രമാണം, ജപമാല ഇതെല്ലാം ചെല്ലാൻ എനക്കും തോന്നി. ഞാൻ എല്ലാം പഠിച്ചു, കാണാപ്പാടം പഠിച്ചു. പിന്നെ കഴിഞ്ഞ കൊല്ലം ജപമാല റാലിയിൽ നമ്മളെല്ലാവരും പങ്കെടുത്തായിരുന്നു. ജപമാല റാലിയിൽ 20 കിലോമീറ്ററോളം നടന്നു. 20 കിലോമീറ്റർ ഉണ്ടോ എന്നറിയില്ല. നടന്നു മടുത്തു. ഞാൻ ഓപ്ഷനായി. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കിലോമീറ്റർ ഒന്നിച്ച് നടക്കുന്നത്. അതിൻ്റെ ഇതിൽ ഞാൻ കൊന്തയും ചൊല്ലിക്കൊണ്ട് തന്നെയാണ് നടന്നു എല്ലാവരും ഒന്നിച്ച് പോയത്. ആർത്തുങ്കൽ പള്ളിയിലെത്തിയ അപ്പോഴത്തേക്ക് ഞാൻ ക്ഷീണിതമായി, മൊത്തം തളർന്നു പോയി. പിന്നെ എനിക്കൊരു തണുത്തൊരു കാറ്റ് പോലെ വന്ന് മൊത്തം ശരീരം മൊത്തം തണുത്തു. അതൊക്കെ എനിക്ക് തോന്നിയ അഭിഷേകം കിട്ടി. എനിക്ക് ബന്ധത്തിനുള്ള അഭിഷേകം കിട്ടി. പിന്നെ എനിക്ക് കൂടുതൽ വിശ്വാസമായി. യേശുവിനോടും മാതാവിനോടും ഭയങ്കര വിശ്വാസമായി. പിന്നെ എൻ്റെ മതങ്ങളിൽ എനിക്കൊരു ചെറിയൊരു കടയുണ്ടായിരുന്നു ബസ് സ്റ്റാൻഡിൽ, കണ്ണൂർ തന്നെ, പയ്യാവൂർ. ആ കടകളിൽ വരുന്നവർക്ക് ഞാൻ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. പത്രം എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് കഴിയുന്നത്ര പത്രം ഞാൻ അവിടെ നിന്ന് വരുത്തിക്കുമായിരുന്നു. ഒരു 10,000-2000 പത്രങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഞാൻ പത്രം കൊടുത്തത് പത്രം കൊടുക്കൽ മാത്രമല്ല, സുവിശേഷം പറഞ്ഞു, മാതാവിനെയും യേശുവിനെയും പറഞ്ഞു മനസ്സിലാക്കി അവരെ ഞാൻ ഒന്നിച്ച് കൂട്ടിക്കൊണ്ടുവരും ഇങ്ങോട്ട്. ഇപ്പോൾ ഇന്നും ഞാൻ രണ്ടുപേരെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഇത് ഭയങ്കര സങ്കടം വരുന്നതുകൊണ്ട് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് പറയണമെന്ന് അറിയുന്നില്ല. പെട്ടെന്ന് ആദ്യമായിട്ടൊരു സ്റ്റേജിൽ കയറി ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുന്നതാണ്. കുറേ ആഗ്രഹിച്ചു. ഞാൻ കുറേ നേരമായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇതൊന്നൊരു സാക്ഷ്യം, അച്ഛൻ്റെ മുമ്പ് നിനക്കൊരു സാക്ഷ്യം പറയണം, ലോകം മുഴുവൻ അറിയട്ടെ. എന്നെ ഈശോയും മാതാവും എന്നെ ലാസ്റ്റ്. പിന്നെ വീടിൻ്റെ കാര്യം പറയാം. വീട് നമ്മളൊരു സുഹൃത്ത് തന്നെ ആ വീട് എടുത്തു. 50 ലക്ഷം പറഞ്ഞ വീട് 60 ലക്ഷത്തിന് തന്നെ അവനെടുത്തു. നമ്മളെ കടങ്ങൾ 75 ലക്ഷമായിരുന്നു. 60 ലക്ഷവും കടം തീർന്നു. ഇനി 15 ലക്ഷമേ ഉള്ളൂ. പിന്നത്തെ സാക്ഷ്യം എൻ്റെ വൈഫ് ഉടമ്പടി എടുത്ത് പുതുക്കാൻ മുതലേ ഞാനും ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ടു. അച്ഛൻ എനിക്ക് കാശ് രൂപ തന്നിട്ട് പറഞ്ഞു, നീ ആ മണ്ണിൽ കുഴിച്ചിട്ടാൽ മതി, നിൻ്റെ വീടെല്ലാം കച്ചവടമാവും. എന്നിട്ട് ഉപ്പ് തെളിച്ചു. 4 മൂലക്കും വീടിൻ്റെ 4 സൈഡിൽ ഉപ്പും തെളിച്ചു. പ്രാർത്ഥന മുടങ്ങാതെ ഉണ്ട്. അരമണിക്കൂർ ബൈബിൾ വായിക്കും. കടകളിലിരുന്നിട്ട് കംപ്ലീറ്റ് സമയം കിട്ടുമ്പോൾ എല്ലാം ജപമാല ചൊല്ലും. എല്ലാം കംപ്ലീറ്റ് കാണാപ്പാടം എനിക്കറിയായിരുന്നു. പിന്നെ ഞാൻ അറിയാത്ത കാര്യങ്ങൾ എന്നെപ്പറ്റി ഈ ബൈബിളിൽ അറിയാത്ത കാര്യങ്ങൾ സിസ്റ്റർമാരെല്ലാം കടയിൽ വരുമ്പോൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കും. പിന്നെ എനിക്കൊന്ന് വൈഫിൻ്റെ ജോലി ഉണ്ടായിരുന്നു. വൈഫ് ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോയി നോക്കുമ്പം ഒരു വലിയ ഹോസ്പിറ്റലായിരുന്നു.
നോക്കുമ്പോൾ 30 പേരും കാറ്റുണ്ട്. ആ ഒരാളെ സെലക്ട് ചെയ്തില്ലു. ഞാൻ നോക്കും, ആ ഹോസ്പിറ്റലിന് മുമ്പിൽ മാതാവിൻ്റെ രൂപമുണ്ട്. മാതാവേ പറഞ്ഞ, ആ മാതാവ് എൻ്റെ വൈഫിന് ഈ തന്നെ ഈ ഹോസ്പിറ്റലിൽ തന്നെ ജോലി കിട്ടണേ. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വന്നു. ഒരു 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ സുഹൃത്ത് ഈ ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധങ്ങളുള്ളതാണ്. ആ സുഹൃത്ത് വിളിച്ച് പറഞ്ഞ് പിറ്റത്തെ മാസം മുതൽ ജോലിക്ക് കയറിക്കോന്ന് പറഞ്ഞു. അവിടുന്ന് ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ അവൾ പാസ്സായി. അതിൽ അവിടെ ജോലി ചെയ്ത് കൊടുക്കുന്നത്. അത് ഇവള് പിന്നെ വൈഫ് കാശ് രൂപം കൊണ്ട് ഇൻ്റർവ്യൂവിന് പോയായിരുന്നു. അതുമാത്രമല്ല, നമ്മൾ വന്ന് ബൈബിള് വായിക്കുമ്പം ഇതും കൂടി ബൈബിള് വായിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാകുമ്പം നമ്മളെ ആവശ്യങ്ങൾ മാതാവിനോട് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവ് എപ്പോൾ എൻ്റെ ഒന്നിച്ച് തന്നെയുണ്ട്. എനിക്ക് മനസ്സിലായത് വേറൊരു കാര്യമാണ്. സാധാരണ ഞാൻ പിന്നെ നീല കാശ് രൂപമാണ് ഇവിടുന്ന് ഉടമ്പടി എടുത്താൽ കിട്ടുന്നത്. പക്ഷേ അതിൽ കളർ മാറിപ്പോയി. കളർ എന്ന് പറഞ്ഞാൽ ഒരു പച്ച കളറാണ് വന്നത്, ഒരു ഫ്രണ്ട് ബ്ലൂ ആണ്. അത് അന്നേരം തന്നെ അത് പറയുമ്പോൾ തന്നെ നമ്മൾ മൊത്തം ശരീരം കുളിരും. നമ്മൾ ആരോടും ഇത് ഞാൻ പറയും, സാക്ഷ്യങ്ങളെല്ലാം പറയും. ഈ പത്രം കൊടുക്കുമ്പോൾ ഈ എൻ്റെ അനുഭവങ്ങളും കാര്യമെല്ലാം പങ്കുവെക്കും. കുറേ ആൾ കൂടുതലും ഒന്ന് പറയാനുള്ളത്, കൂടുതലും ക്രിസ്ത്യൻസിനാണ് പത്രം മേടിക്കാനും മടി. ക്രിസ്ത്യൻസിലുള്ള എല്ലാവരും അല്ല, ചിലവർക്ക് പത്രം കൊടുക്കുമ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തലും അപമാനിക്കലും. ഞാൻ എന്നിട്ട് പറയും, ഞാൻ ഒരു മുസ്ലിം എന്നിട്ട് എൻ്റെ കൊന്ത ഞാൻ കാശ് രൂപം കാണിച്ചു കൊടുത്തു തരാം. അവൾക്കാർ പത്രങ്ങൾ ചോദിച്ച് മേടിക്കും നമ്മളോട്. എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ പോയി അവർക്ക് മനസ്സിന് ഭയങ്കര അലട്ടുന്നു. ഞാൻ ഒരു മുസ്ലിമായി ഞാൻ ഒരു പിന്നെ പത്രം കൊടുത്തിട്ട് മേടിച്ചില്ല. എന്നിട്ട് എൻ്റെ ഫോൺ നമ്പർ എൻ്റെ കവറിനകത്തുണ്ടാവും. ആ കവറിൻ്റെ ഇതിൽ പ്രിൻ്റ് അടിച്ചിട്ടുണ്ട്. ആ നമ്പറിൽ അവർ വിളിച്ചിട്ട് പറയും, ക്ഷമിക്കണം, ഞാൻ സോറി, നമ്മൾ അറിയില്ല, നിങ്ങൾ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം പറയണം. അത് ചില ആൾക്കാർ എന്തെങ്കിലും തട്ടിപ്പാ, എന്തെങ്കിലും അച്ഛൻ വെറും ഇത് പിന്നെ അച്ഛൻ പറയുന്ന വിശ്വാസമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് പോയി നോക്കിയിട്ട് പറ, വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു ഇതാക്കണ്ടത്. ഞാൻ ഫേസ്ബുക്കിലും അതുപോലെ ഫേക്ക് ന്യൂസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ അവരെല്ലാം രക്ഷിക്കണേ മാതാവേ. ഇങ്ങനെ പറയാൻ ഇവിടെ ഇവിടുന്ന് കാല് കുത്തിക്കഴിഞ്ഞാൽ ഒരാൾക്കും അത് എല്ലാവർക്കും മനസ്സിലാവും. അത് അക്രൈസ്തവരായാലും ആർക്കായാലും മനസ്സിലാവും. പിന്നെ പറയാനുള്ളത്, ജോലിൻ്റെ ഇതായി എൻ്റെ വീടിൻ്റെ കടങ്ങൾ മാറി. ഇപ്പോൾ ഇനി വൈഫ് ഇസ്രായേലിൽ പോകാനുള്ള ഒരു കെയർ യുവർ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞ വർഷം ഈ ഒരാഴ്ച മുന്നേ നടന്ന സംഭവമാണ്. ഞാൻ അത്രയും വിശ്വാസത്തോടെ ഞാൻ പറയുന്നത്, 1 ലക്ഷം രൂപ വേണം കെയർ യുവർ സർട്ടിഫിക്കറ്റ്. എന്നിട്ട് പല ആൾക്കാരും വന്നു, എൻ്റെ 60,000 രൂപയേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഈ കടയിൽ നിന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാലും അമ്മ എന്തോ അറിയില്ല, വൈഫിനോട് പറഞ്ഞ പോലെ തോന്നി എനിക്ക്. മൊബൈലെടുത്ത് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഒരു അനാഥ മന്ദിരത്തിൻ്റെ ഈ നമ്പർ കിട്ടി. അത് പേര് പറയുന്നില്ല. നമ്പർ കിട്ടി നമ്മൾ വിളിച്ചു. ആ സിസ്റ്ററെ വിളിച്ചേരാൻ പറഞ്ഞു, 6 മാസം കഴിയാണ്ട് കിട്ടൂല, ആ പേപ്പർ കെയർ യുവർ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? ഞാനിങ്ങനെ എൻ്റെ അവസ്ഥകളെല്ലാം പറഞ്ഞു, ഞാൻ മുസ്ലിമാണെന്ന് ഇങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു സിസ്റ്ററോട്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ ഞാൻ ഒന്നുകൂടിയും വിളിച്ചു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നുകൂടിയും വിളിച്ചു, സിസ്റ്ററെ എനക്കൊന്ന് സിസ്റ്റർ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. എന്നാൽ സിസ്റ്റർ ഒന്ന് കണ്ടോന്ന് പറഞ്ഞു. ഞാൻ ഇവരെയും കൂട്ടി വൈഫിനെയും കൂട്ടി അവിടെ പോയാലും സിസ്റ്റർ ആദ്യം പറഞ്ഞു, 2 മാസം കഴിയാണ്ടൊന്നും കിട്ടൂല കേട്ടോ എന്ന് പറഞ്ഞു. ലാസ്റ്റ് എൻ്റെ അവസ്ഥയും ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം പറയുന്നത് സാക്ഷ്യങ്ങളായിരിക്കും ആര് പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ അനുഭവങ്ങൾ ആദ്യം പറയും. ആ സിസ്റ്ററോട് ഞാൻ പറഞ്ഞു, എൻ്റെ കാശ് രൂപ കണ്ട സിസ്റ്ററായിരുന്നു. സിസ്റ്റർക്ക് ഭയങ്കര വിഷമമായി. സിസ്റ്റർ പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങൾക്ക് കുറച്ച് ദിവസം അവിടെ വന്നിട്ട് രോഗികളെ നോക്കണം. ആയിക്കോട്ടെ, നമുക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് രോഗികളെ കുറേ ദിവസം നോക്കി. എന്നിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് വെറും കൈയോടെ ഇടുന്ന് ഞാൻ മടങ്ങൂല, ഒരു നേരത്തെ ഭക്ഷണം അവിടെ എല്ലാവർക്കും എൻ്റെ കൈ കൊണ്ട് വിളമ്പി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി. അവിടുത്തെ 50ഓളം രോഗികളുണ്ടായിരുന്നു. 50ഓളം രോഗികൾക്ക് എൻ്റെ കൈ കൊണ്ട് ഭക്ഷണം വിളമ്പി കൊടുത്തു. സിസ്റ്റർക്ക് എല്ലാവർക്കും സന്തോഷമായി. രോഗികളൊന്നിച്ച് ഫോട്ടോയിലെടുത്തു. നമ്മൾ രോഗികളെല്ലാം പരിചയപ്പെട്ടു. രോഗികളോട് പറഞ്ഞ്, ഇനിയും എനിക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു നേരത്തെങ്കിലും ഭക്ഷണം എനിക്ക് തരാൻ പറ്റണമെന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ചു വന്നു. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഇനിയിപ്പം ഇസ്രായേൽ പോകാനുള്ള പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി കെയർ യുവറിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് പ്രോസസ്സ് നടന്ന് അതിന് വേണ്ടിയിട്ട് ഇപ്പം രണ്ടാമത് നമ്മൾ പുതുക്കേണ്ട സമയമായി. അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ സാക്ഷ്യം പറഞ്ഞ് വൈഫ് പുതുക്കിയിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഇവിടെ വന്നതാണ്. പിന്നെ എനിക്കൊന്ന് പറയാനുള്ള, ഇവിടുത്തെ അച്ഛൻ്റെ കുടുംബടി ധ്യാനം കണ്ടിന്യൂ ആയിട്ട് ഞങ്ങൾക്ക് കൂടും.
യൂട്യൂബിലത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാണ്ട് ഞാൻ ഷെയർ ചെയ്യും, എല്ലാം ഞാൻ ഷെയർ ചെയ്യും. പിന്നെ രാവിലത്തെ പ്രാർത്ഥന പരമാവധി പിന്നെ അച്ഛൻ്റെ ഒന്നിച്ച് ലൈവായിട്ട് പ്രാർത്ഥിക്കും, സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥിക്കും. പിന്നെ സാക്ഷ്യങ്ങൾ മുടങ്ങാതെ കേൾക്കും. മെയിനായിട്ട് പത്രങ്ങൾ കൊടുത്ത് ജനങ്ങളെ അവിടെ വരുന്ന കടയിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. അവരെല്ലാം ഞാൻ പറഞ്ഞ് മാതാവിൻ്റെ അടുത്ത് വെഞ്ചരിച്ച ഫോട്ടോ കടയിൽ പതിപ്പിച്ചു. അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളും അച്ഛൻ നോട്ട് ബൈ മെറിറ്റ് ഫേസ് അച്ഛൻ ഇതിനിടയ്ക്കൊരു കുടുംബ ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗ്ലാസ്സിട്ട് ടേബിളിൻ്റെ അടിയിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെക്കും. പിന്നെ ഇടയ്ക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഈ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ തന്നെ ഒരുപാട് പഠിക്കാനുണ്ട്. അച്ഛൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ഭയങ്കര അച്ഛൻ ഇതുപോലത്തെ ഒരു അച്ഛൻ നമുക്ക് എവിടെ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും നല്ല അച്ഛൻ്റെ പ്രവർത്തനം, അച്ഛൻ്റെ ആയുസ്സിനും ഇതിനും ഞാൻ എന്നും പ്രാർത്ഥിക്കും. അച്ഛൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ ഇത് ഫുൾ ടൈം അച്ഛൻ വർക്കാണ്. അച്ഛന് റെസ്റ്റ് ഇല്ലാതെ ഉടമ്പടി എടുത്തതിന് പിന്നെ സ്വഭാവം എനിക്ക് എല്ലാവരും സഹായിക്കണം. ഒരു നേരത്തെ ഭക്ഷണത്തിന് വന്നു കഴിഞ്ഞാൽ കടയിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു ഉച്ചക്ക് വന്നത് ഉച്ചക്ക് ഭക്ഷണം കഴിക്കേണ്ടവർക്ക് മാന്യമായിട്ട് കഴിക്കേണ്ട പൈസ എടുത്ത് കൊടുക്കും. രാവിലെ വന്നാൽ ചായ ഒരു കടി. നമുക്ക് എൻ്റെ മേൽ ഒരുപാട് പൈസ ഒന്നുമില്ല, മൊത്തം കടത്തിലാണ്. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം സഹായിക്കലുണ്ട്. ഇതെല്ലാം ഉടമ്പടിയിലെല്ലാം എൻ്റെ കാര്യങ്ങൾ നടത്തുന്ന ഈശോയ്ക്കും മാതാവിനും കൂടാനും. എൻ്റെ പേര് പാർവതി നിയാസ്, ഇതെൻ്റെ ഹസ്ബൻഡ് നിയാസ്, എൻ്റെ മകൾ ശ്രേയ പാർവതി. ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യം തന്നെ ഞാൻ പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ ഒരു വലിയൊരു അനുഗ്രഹത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഹസ്ബൻഡിനൊരു ആക്സിഡൻറ്റ് ആയതിന് പോലെ കാലിൽ സ്റ്റീലൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയതിന് ശേഷമാണ് ഹസ്ബൻഡിന് നടക്കാൻ വരെ സാധിക്കാൻ തുടങ്ങിയത്. ഹസ്ബൻഡിൻ്റെ ഒരാഗ്രഹം പ്രകാരം ജപമാല റാലിക്ക് ഞങ്ങൾക്ക് പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ കാലിന് സ്റ്റീലിട്ട് കാരണം ഇത്രയും ദൂരം നടക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊരു പേടിയുണ്ടായിരുന്നു. എന്നാൽ തന്നെ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 6 മണിക്ക് ഇവിടെ എത്തി നടക്കാനായിട്ട് തുടങ്ങി. ഹസ്ബൻഡ് വളരെ ബുദ്ധിമുട്ടിയാണ് ഹസ്ബൻഡ് നടന്നത്. 1 മണി വരെ ഹസ്ബൻഡ് നടന്നു. പക്ഷേ പിന്നെ അങ്ങോട്ടേക്ക് നടക്കാൻ പറ്റില്ല. കാരണം കാല് വേദനയും നടുവേദനയും ഒക്കെ ആയിട്ട് സ്റ്റീലിട്ടത് കാരണം ഒട്ടും തന്നെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എനിക്കിനി ഒട്ടും നടക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നാൽ നടക്കണ്ട, ഇവിടുന്ന് തിരിച്ച് പോയിക്കോ, ഞാനിത് കംപ്ലീറ്റ് ആക്കിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഈശോയെയും മാതാവിനെയും ഞാൻ മുറുക്കെ കൈ പിടിച്ച് ഞാനും കറക്റ്റ് 3 മണിയായപ്പോൾ അർത്തിങ്ക് പള്ളീൻ്റെ ഫ്രണ്ടിലെത്തി. എനിക്ക് വളരെ വിഷമമായിരുന്നു. എനിക്ക് ഹസ്ബൻഡിന് നടക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിലായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, തീരെ വയ്യാത്തതുകൊണ്ടല്ലേ ഇത്രയും നടന്നില്ലേ എന്നുള്ളത്. പിറ്റേ ദിവസം എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട ദിവസമായിരുന്നു. അതുകൊണ്ട് ഇവിടെ തന്നെ സ്റ്റേ ചെയ്തു. അപ്പോൾ സ്റ്റെപ്പ് കയറി മേലേക്ക് പോയിട്ടാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത്. അപ്പോൾ തീരെയും വയ്യാണ്ട് നടക്കാൻ പോലും പറ്റാണ്ട് സ്റ്റെപ്പ് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഒരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഹസ്ബൻഡ് ഞാൻ മേലേക്ക് കൊണ്ടുപോയി റൂമിൽ എത്തിച്ചത്. പിറ്റേ ദിവസം നേരം വെളുത്ത് ഞങ്ങൾക്ക് ഉടമ്പടി പുതുക്കേണ്ടതായത് കാരണം വേഗം നേരത്തെ എഴുന്നേറ്റ് പുതുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഹസ്ബൻഡ് ഓർക്കാതെ തന്നെ അത് പെട്ടെന്ന് സ്റ്റെപ്പ് ഇറങ്ങി പോവുകയാണ്. ഇറങ്ങി ആരുടെയും ഒരു സഹായമില്ലാതെ സാധാരണ നമ്മൾ എങ്ങനെയാണോ സ്റ്റെപ്പ് ഇറങ്ങുന്നതും കയറുന്നതും അതുപോലെ സ്പീഡിൽ ഇറങ്ങി പോവും, സ്പീഡിൽ കയറി വരും. അതുതന്നെ വളരെ ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നി. കാരണം ഒരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ടും നടക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നടക്കുമ്പോൾ നമ്മൾ സ്റ്റെപ്പിൻ്റെ ഒരു ഗ്രില്ല് പിടിച്ച് ഒരു സ്റ്റെപ്പിൽ കയറിയിട്ട് വേണം മറ്റേത് ഒരു കാല് 2 വെച്ചിട്ട് വേണം കയറാനായിട്ട്. പക്ഷേ ഇത് പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ ഒരു വേദനയോ കാലിനൊരു ബുദ്ധിമുട്ടോ ഒരു കാലിന് സ്റ്റീലിട്ടതായിട്ടുള്ള ഒരു ഇതും ഇല്ലാണ്ടാണ് ഹസ്ബൻഡ് സ്റ്റെപ്പ് ഇറങ്ങിയതും കയറിയതും. അത് ശരിക്കും ഞങ്ങൾക്ക് ഒരു അത്ഭുതം തന്നെ പറയാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് അത് സാധിച്ചത്? മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് ജപമാല റാലിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ്. എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ കോടാനുകോടി നന്ദി ഞാൻ പറയുകയാണ്. ഇനി രണ്ടാമത് കിട്ടിയ എൻ്റെ വലിയൊരു അനുഗ്രഹം എൻ്റെ മകൾക്ക് കിട്ടിയൊരു അനുഗ്രഹമാണ്. അത് ഞാനിവിടെ എൻ്റെ മകൾക്ക് പോലും അറിയില്ല. ഞാൻ ഇപ്പോഴാണ് അവളത് കേൾക്കുമ്പോഴായിരിക്കും അവൾ അറിയുന്നുണ്ടാവുക. അവൾക്ക് 6ാം ക്ലാസ്സിലേക്ക് നവോദയയിലേക്കും സൈനികയിലേക്കും
എക്സാം എഴുതിയിരുന്നു. അവൾ ഒന്നും പഠിക്കാതെയാണ്, കാരണം നവോദയം സൈനിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് എക്സാമാണ്. അവൾ നവോദയ കുറച്ചൊക്കെ നോക്കിയിട്ടാണ് അവൾ പോയിരുന്നത്. ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് നവോദയ പോയി എഴുതിയതും എല്ലാം ചെയ്തത്. അപ്പം സൈനിക എന്ന് പറഞ്ഞാൽ അവൾക്കൊരു എക്സ്പീരിയൻസ് എന്നുള്ള പോലെ നീ എഴുതിക്കോ, അതിൽ ടെൻഷൻ അടിക്കണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത്രയ്ക്കും ടഫാണ് സൈനിക. അവൾ കേരള സിലബസാണ്, ഇത് CBSE ആണ് എക്സാം വന്നിരിക്കുന്നത്. അവൾക്ക് റിസർവേഷൻ ലിസ്റ്റിൽ 75 മാർക്ക് വേണം പാസ്സാവാനായിട്ട്. ആൻസർ കീ വന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് വളരെ മാർക്ക് കുറവാണ് വന്നത്. പക്ഷേ ഇന്നലെ രാത്രി സൈനികൻ്റെ റിസൾട്ട് വന്നു. നവോദയ ഈ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ്. റിസൾട്ട് വരാത്തതിൽ അതിലും വലിയ ടെൻഷനായിരുന്നു എനിക്ക്. എന്താണ് നവോദയൻ്റെ റിസൾട്ട് വരാത്തത്? അതിൽ ചെറിയൊരു പ്രതീക്ഷ മാത്രം. മാതാവിനെ ഞാൻ ഈശോ വഴി ഞങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ മാതാവിന് നവോദയൻ്റെ ഒരു ചെറിയൊരു പേപ്പർ എടുത്തിട്ട് ഞാൻ 75 എന്നും 80 മാർക്കൊന്നും ഞാൻ എഴുതിയിട്ട് ബൈബിളിൽ ഞാൻ വെച്ചിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി സൈനികൻ്റെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മകൾക്ക് 79 മാർക്കിൽ അവൾ പാസ്സായി. ഒട്ടും തന്നെ പഠിക്കാതെ പോയി എഴുതിയ എക്സാം ആയിരുന്നു അത്. എങ്ങനെയാണ് ഈ ഒരു അത്ഭുതം നടന്നതെന്ന് എനിക്ക് ഇത് മാതാവിൻ്റെ മധ്യസ്ഥ ഈശോ തന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാനിത് കാണുന്നത്. കാരണം അത്രയ്ക്കും അർഹതയില്ലാണ്ട് പോയി എഴുതിയ എക്സാം ആയിരുന്നു. അവൾ ഒന്നും തന്നെ നോക്കാതെ പോയി എഴുതിയ എക്സാം ആയിരുന്നു. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി ഞാൻ പറയുകയാണ്. ഞാൻ പ്രേക്ഷിത പ്രവർത്തികൾ ഞാൻ പത്രം കൊടുക്കും. പിന്നെ ഹസ്ബൻഡ് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അവിടെയും പത്രം കൊടുക്കും. പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം ഞങ്ങൾ പാവപ്പെട്ടവർക്കൊക്കെ ഞങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. ഞങ്ങൾക്ക് കഴിയുന്ന പോലെ തന്നെ ഞങ്ങൾ പൈസ ആയാലും അത് ബുദ്ധിമുട്ടുള്ളവർക്ക് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ പറ്റുന്ന പോലെ, കൂടുതലൊന്നും കൊടുക്കാനില്ലെങ്കിലും പറ്റുന്ന പോലെ തന്നെ ഞങ്ങൾ അത് കൊടുക്കാറുണ്ട്. അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ കോടാനുകൂടി നന്ദി പറയാണ്. അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടി ഞാൻ ഇത് 13ാമത്തെയാണ് ഞാൻ പുതുക്കുന്നത്. ഇതുവരെ ഞാൻ മുടക്കിയിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കും ഞാൻ എൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല ഞാനിത് അമ്മയുടെ ഒരു ഉടമ്പടി എനിക്ക് പുതുക്കാമെന്ന് പറഞ്ഞത്. അതെനിക്ക് അമ്മയും ഈശോയും എൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. എനിക്ക് എൻ്റെ കാര്യങ്ങൾ സാധിക്കുക എന്നതിലും വലുത് എനിക്ക് എൻ്റെ ഉടമ്പടിയും എൻ്റെ അമ്മയും ഈശോയും എൻ്റെ കൂടെ ഉണ്ടാവണം. അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഉറപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിത അവസാനം വരെ ഈ ഉടമ്പടിയിൽ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ കുടുംബവും അതേപോലെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനോടും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി ഞാൻ പറയുകയാണ്. എൻ്റെ മോള് അനുഗ്രഹം. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എനിക്ക് തന്ന ആഗ്രഹങ്ങളും സാധിച്ചു തന്നതിന് മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി. ചവറ കോവിൽത്തോട്ടം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2024 സെപ്റ്റംബർ 24-ാം തീയതിയാണ്. ഞാൻ എൻ്റെ കുഞ്ഞമ്മ വഴിയാണ് ഈ കൃപാസനത്തെ പറ്റി അറിഞ്ഞത്. എന്നോട് പറഞ്ഞു അവിടെ പോയി നമ്മൾ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത മാതാവ് നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തരുമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ 2ാമത്തെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും തൊണ്ടയിൽ വേദനയും ഫുഡ് കഴിക്കുമ്പോൾ അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ വലത്തെ സൈഡിലായിട്ട് ഒരു സിസ്റ്റ് കാണുന്നുണ്ട്, അത് ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ പേടിയായി. ബയോപ്സിയൊക്കെ ചെയ്യുന്നെന്ന് കേൾക്കുമ്പോഴത്തേക്കും അതിനി വേറെ എന്തെങ്കിലും അസുഖമാണോ എന്നൊക്കെ ആലോചിച്ച് എനിക്ക് ഒത്തിരി പേടിയായി. അപ്പം ഞാൻ മനസ്സുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവ് എനിക്ക് ബയോപ്സിയിൽ ഒരു കുഴപ്പവും ഇല്ലാതെ ഉള്ള റിസൾട്ട് തരണം, ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ബയോപ്സിക്ക് കൊടുത്തിട്ട് അടുത്ത ദിവസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ റിസൾട്ട് കൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ബയോപ്സിയിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. എന്നെ കിടത്തി എൻ്റെ തൊണ്ട ഒന്നുകൂടി സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് വലത് സൈഡിലായിട്ടുണ്ടെന്ന് പറഞ്ഞ മുഴ പോലും അപ്പോൾ അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേർച്ച വസ്തുക്കൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം എപ്പോഴും നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. വീട്ടിലും എല്ലാവർക്കും നെറ്റിയിൽ കുരിശ് വരച്ച് കൊടുക്കുമായിരുന്നു. ഉപ്പും തേനും ഒക്കെ ഞാൻ എന്നും കഴിക്കുമായിരുന്നു.
അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി. എൻ്റെ മുഴ പോലും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മാതാവ് നിസ്സാരമല്ല എന്നുള്ളൊരു തോന്നൽ വന്നു. മാതാവ് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും സാധിച്ചു തരുമെന്ന്. ഞാൻ അന്ന് അത്ര വലിയ ആത്മാർത്ഥമായിട്ടൊന്നും അല്ല പ്രാർത്ഥിച്ചത്, ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മാതാവ് എന്നെ അത്രയും സഹായിച്ചെങ്കിൽ ഞാനൊന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ എന്തുമാത്രം മാതാവ് എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നവും അന്നേരം ഇല്ലയെന്ന് ഡോക്ടർ പറഞ്ഞു. ഇനി ഒരു മെഡിസിനും കഴിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാനും അമ്മയും ഡോക്ടറോട് ഇങ്ങനെ ചോദിച്ചു, ഇനി മെഡിസിനൊന്നും കഴിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഇല്ല, നിങ്ങൾ അതുകൊണ്ട് ഒരു മെഡിസിനും കഴിക്കണ്ട എന്ന് പറഞ്ഞു. എൻ്റെ തൈറോയിഡ് വരെ അപ്രതീക്ഷിതമായിട്ട് പോയി. അങ്ങനെ എനിക്ക് വലിയൊരു അത്ഭുതം മാതാവ് അന്ന് എനിക്ക് കാണിച്ചു തന്നത്. പിന്നെ അതിനുശേഷം എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും. എന്നും ഞാൻ മാതാവിനോട് എല്ലാ ദിവസവും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പഠിക്കുമ്പോഴും സായാഹ്ന പ്രാർത്ഥന പഠിക്കുമ്പോഴും ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട്, എനിക്കൊരു ഭവനം സ്വന്തമായിട്ട് തരണം മാതാവേ, എനിക്ക് അതിനുള്ള വഴി മാതാവ് കാണിച്ചു തരണം എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് വിദേശത്തേക്ക് പോകാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്തേക്ക് പോകാൻ നോക്കി, എനിക്കത് നടന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ തന്നെ എനിക്കൊരു സ്ഥലം കാണിച്ചു തരണം, എവിടെയാണ് ഞാൻ സുരക്ഷിതയായിട്ട് എനിക്ക് പോകാൻ പറ്റുന്ന സ്ഥലം, അതെനിക്ക് അമ്മ തന്നെ കാണിച്ചു തരണമെന്നും പറഞ്ഞ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ മാതാവിലേക്ക് ഒത്തിരി അടുത്തു. ഞാൻ ആദ്യമൊന്നും അങ്ങനെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നു, എനിക്ക് പള്ളിയിലൊക്കെ പോകാൻ മടിയൊക്കെ ആയിരുന്നു. മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒത്തിരി മാറി. എനിക്ക് എപ്പോഴും എന്ത് കാര്യമുണ്ടെങ്കിലും മാതാവിനോട് ആദ്യം പറയണമെന്നുള്ളൊരു തോന്നലായിരുന്നു. കാരണം എനിക്ക് ഒരാളോട് പറയുമ്പോൾ കിട്ടുന്നതിനെക്കാട്ടി ഒരുപാട് ആശ്വാസം മാതാവിനോട് പറയുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ ഞാൻ മാതാവിനോട് എപ്പോഴും പരാതി പോലെയും സങ്കടം പോലെയും ഒരു അമ്മയോട് പറയുന്ന പോലെയൊക്കെയാണ് പറയുന്നത്. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വീട്ടിലെപ്പോഴും ഞാൻ ഫുഡിലൊക്കെ അപ്പം ഉപ്പൊക്കെ ഇടാറുണ്ട്, അങ്ങനെ എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ എനിക്കറിയാവുന്നവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഞാൻ പോയി പ്രാർത്ഥിച്ച് തൈലം തൊട്ട് കൊടുക്കുകയും ഉപ്പും തേനും ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ ഭയങ്കര വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവർക്കത് പെട്ടെന്ന് മാറുന്നുണ്ട്. അപ്പം അതെനിക്ക് ഭയങ്കര അത്ഭുതമായി. അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, അപ്പം എല്ലാവരും എന്നോട് പറഞ്ഞു, ആർക്ക് എന്ത് അസുഖം വന്നാലും എന്നെ വിളിക്കും, നീ വന്ന് പ്രാർത്ഥിക്കും, നീ പ്രാർത്ഥിച്ചാൽ മാറും എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ അനുഗ്രഹം അത്, മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും രോഗസൗഖ്യം കിട്ടുന്നതെന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് എനിക്ക് വിദേശത്തേക്ക് പോകുന്ന കാര്യം ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം അങ്ങനെയാണ് എനിക്ക് ഇസ്രയേൽ എന്നുള്ളൊരു രാജ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പം ഞാൻ അവിടെ മാതാവിൻ്റെ അടുത്ത് അനുവാദമൊക്കെ ചോദിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി അവിടെ പോകാനായിട്ടുള്ള പേപ്പർ വർക്കിന് കൊടുത്തു. അപ്പം ഞാൻ ആ സമയത്തായിരുന്നു മാതാവിൻ്റെ അഖണ്ഡ ജപമാല റാലി ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അവിടെ വന്നു അഖണ്ഡ ജപമാല റാലി പങ്കെടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു. അതേ മാസം തന്നെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പാസ്സായി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിദേശത്തേക്ക് പോകാനുള്ളൊരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ ഞാൻ ഫസ്റ്റ് പാസ്സായപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ പിന്നീട് ഞാൻ പേപ്പർ വർക്കൊക്കെ തുടങ്ങിയപ്പോൾ എൻ്റെ പല സർട്ടിഫിക്കറ്റിലും പേരൻസിൻ്റെ നെയിമൊക്കെ വ്യത്യാസപ്പെട്ട് കിടപ്പുണ്ടായിരുന്നു, ബർത്ത് സർട്ടിഫിക്കറ്റിലൊക്കെ. അങ്ങനെ അതൊക്കെ ക്ലിയർ ചെയ്യണമായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു വഴിയും ഇല്ല. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച്, അങ്ങനെ പപ്പ പഠിച്ച സ്കൂളിൽ ഒരു ഹെഡ് മാസ്റ്ററിൻ്റെ സൈൻ വേണമായിരുന്നു. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു പോയി, എനിക്ക് അതും കിട്ടി. എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ പപ്പയുടെ പേര് തിരുത്താൻ പറ്റി. അങ്ങനെ പേപ്പർ വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് നടന്നു. നോർമലി ഒരാൾക്ക് നടക്കുന്നതിനെക്കാട്ടി വളരെ ഫാസ്റ്റായിട്ടാണ് എൻ്റെ പേപ്പർ വർക്ക് നടന്നത്. ഞങ്ങൾ 7 പേരായിട്ടായിരുന്നു പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ 7 പേർക്കും വളരെ ഫാസ്റ്റായിട്ട് പേപ്പർ വർക്കൊക്കെ നടന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ബഹ്റൈനിൽ 1 വർഷത്തോളം ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇസ്രയേൽ പോകണമെന്നുണ്ടെങ്കിൽ ബഹ്റൈൻ PCC വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബഹ്റൈനിൽ തന്നെയുള്ള ഒരു ഏജൻസിക്ക് അപ്ലൈ ചെയ്ത് 1.5 മാസത്തോളം വെയിറ്റ് ചെയ്തിരുന്നിട്ടും എനിക്കത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ നാട്ടിലുള്ളൊരു ഏജൻസി വരെ അപ്ലൈ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മുംബൈയിൽ പോകാനുള്ള ഡേറ്റ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും പോവും. അപ്പം എനിക്ക് ഈ PCC കിട്ടാതെ ഞാൻ മുംബൈ പോയിട്ട് യാതൊരു കാര്യവും ഇല്ല. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് വേദനിച്ചു, എൻ്റെ മനസ്സ് വേദനിച്ചു. ഞാൻ മാതാവിനോട് ഒറ്റയ്ക്ക് റൂമിൽ പോയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവ് എൻ്റെ കൂടെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും പോകുമ്പോൾ ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്കായി പോകും, അതുകൊണ്ട് എനിക്കും പോകണം, അതുകൊണ്ട് എൻ്റെ PCC എനിക്ക് എത്രയും പെട്ടെന്ന് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിനോട് ഞാൻ കണ്ണുനീരൊരുക്കി തന്നെ പ്രാർത്ഥിച്ച്
അടുത്ത ദിവസം തന്നെ എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ PCs റെഡി ആയിട്ടുണ്ട്, നീയും ബാക്കിയുള്ളവരുടെ കൂടെ കയറിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഞാനങ്ങ് മരവിച്ചൊരവസ്ഥയായിപ്പോയി. കാരണം ഞാൻ മാതാവിനോട് ചോദിച്ചപ്പോൾ മാതാവ് പെട്ടെന്ന് തന്നെ എനിക്ക് തന്നില്ലേ, അധികം വൈകിപ്പിച്ചില്ല. ഞാൻ അമ്മയോട് പറയും, സഞ്ചാരി അമ്മ, എപ്പോഴും സഞ്ചരിച്ചു പോയി എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ അമ്മ പെട്ടെന്നാക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ PCC കയ്യിൽ കിട്ടി. ഞാൻ ബാക്കി ഉള്ളവരുടെ കൂടെ ഞങ്ങൾ മുംബൈയിൽ പോയി അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന റൂമിൻ്റെ അടുത്ത് തന്നെ കൃപാസന മാതാവിൻ്റെ ഒരു ചാപ്പലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ പോകുമ്പോൾ എനിക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കുമോ എന്നൊക്കെ ആലോചിച്ച് ഒരു വിഷമം ഉണ്ടായിരുന്നു. എന്തോ എനിക്ക് അടുത്ത് തന്നെ മാതാവിൻ്റെ രൂപമുള്ള ഒരു ചാപ്പൽ കിട്ടി. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള 3 പേര് ഉടമ്പടി എടുത്തിട്ടുള്ളവരായിരുന്നു. അപ്പോൾ എനിക്ക് അതൊക്കെ ആയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ ഒരുമിച്ച് പോയിരുന്ന മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും. രാവിലെ 5:30 എണ്ണീറ്റ് പ്രാർത്ഥിക്കും. വൈകിട്ട് പോയിരുന്ന് മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കണ്ട് ഞങ്ങളുടെ കൂടെയുള്ള അക്രൈസ്തവരായിട്ടുള്ളവരും ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനപ്പോൾ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളൊക്കെ അവരോട് പറയുമ്പോൾ അവർക്കും ഭയങ്കര വിശ്വാസമായി. അപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കും, എന്നോട് ചോദിച്ച് തൈലം മേടിക്കും, ഉപ്പ് വേണമെന്ന് പറയും. അങ്ങനെയൊക്കെ എൻ്റെ അടുത്തുനിന്ന് മേടിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് വന്നിരുന്ന മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ മെഡിക്കലിൻ്റെ ഡേറ്റ് വന്നു, മെഡിക്കൽ എടുത്തു. ഞാൻ മെഡിക്കലിന് പോകുന്നതിന് മുന്നേ അമ്മയോട് പ്രാർത്ഥിച്ച് അനുവാദം വാങ്ങിച്ച് എല്ലാവർക്കും, ഞാനുൾപ്പെടെ എല്ലാവർക്കും നെറ്റിയിൽ തൈലം കൊണ്ട് കുരിശ് വരച്ചു കൊടുത്തു, ഉപ്പും തേനും കൊടുത്തു. ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ മെഡിക്കൽ എടുക്കാൻ പോകുന്നത്. മെഡിക്കൽ എടുത്തു. ആർക്കും ഒരു കുഴപ്പമില്ലാതെ എല്ലാവരും മെഡിക്കൽ പാസ്സായി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എംബസി ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടണമായിരുന്നു. അപ്പോൾ ഡേറ്റ് കിട്ടാതെ ഞങ്ങൾ ഇങ്ങ് വിഷമിച്ചിരുന്നു. അപ്പോൾ വിഷമിച്ചിരുന്നപ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് പറയുമായിരുന്നു, മാതാവ് എന്താ ഞങ്ങൾക്ക് ഡേറ്റ് തരാത്തെ, എന്തെങ്കിലും പ്രാർത്ഥനയിൽ എന്തെങ്കിലും മുടക്കം വന്നോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഫെബ്രുവരി 10-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്, എനിക്കതിന് ഗിഫ്റ്റായിട്ട് ഞങ്ങൾക്ക് എംബസി ഡേറ്റ് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ഫെബ്രുവരി 9-ാം തീയതി ഞങ്ങളുടെ എംബസി ഇൻ്റർവ്യൂ ആണെന്നും പറഞ്ഞ് മെസ്സേജ് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു ദിവസം മുന്നേ മാതാവ് എനിക്ക് ആ ഗിഫ്റ്റ് തന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അന്ന് വൈകിട്ട് ഞങ്ങളിൽ 4 പേർക്ക് തന്നെ വിസ സ്റ്റാമ്പ് ചെയ്തു. ഞങ്ങൾ 3 പേർക്ക് സ്റ്റാമ്പ് ചെയ്തില്ല. അപ്പം ഒരു ചെറിയൊരു വിഷമം തോന്നി. എന്നാലും ഞാൻ പറഞ്ഞു, സാരമില്ല, ഇത്രയൊക്കെ ചെയ്ത് തന്ന മാതാവ് അതും തരും എന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വാസത്തോടെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ച് ഞാൻ 12-ാം തീയതിയാണ് നാട്ടിൽ വന്ന് എത്തുന്നത്. 12 അല്ല 11-ാം തീയതി എത്തിക്കഴിഞ്ഞ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ സബ്മിറ്റ് ചെയ്ത പേപ്പറിൽ ഒരു പേപ്പർ മിസ്റ്റേക്ക് ഉണ്ട്, അത് ഞാൻ വീണ്ടും സബ്മിറ്റ് ചെയ്യണം, അല്ലാതെ എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. എനിക്ക് എന്ത് പറയണമെന്നറിയാം. ഞാൻ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. കാരണം ഞാൻ സ്റ്റാമ്പിങ്ങിൻ്റെ ലാസ്റ്റ് ഘട്ടം വരെ എത്തിയിട്ട് ആ ഒരു നിമിഷത്തിൽ ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയിരുന്ന് കരഞ്ഞു ഞാൻ. എൻ്റെ മനസ്സ് ഫുള്ളും അസ്വസ്ഥമായിരുന്നു, എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. അപ്പോൾ എൻ്റെ കുഞ്ഞമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കുന്നത്, നീ മാതാവിൻ്റെ മോളല്ലേ, നീ മാതാവിനോട് ചോദിക്കും, മാതാവ് നീ ചോദിച്ചതെല്ലാം തന്നിട്ടുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത്, ധൈര്യമായിട്ടിരിക്കും, നീ മാതാവിനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിനൊരു ധൈര്യം തോന്നി. ഞാൻ 12-ാം തീയതി രാത്രി, അന്ന് മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ അന്ന് രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ അമ്മയോട് വാശി പിടിക്കുന്ന പോലെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വാശി പിടിച്ച് പറഞ്ഞു, അമ്മ, മാതാവ് എനിക്ക് മാത്രം സ്റ്റാമ്പ് ചെയ്ത് തരാത്തത് എന്താ, ഞാൻ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറയുന്നതല്ലേ, എന്തെങ്കിലും കുറവുകൾ എൻ്റെ ഭാഗത്തുനിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് താ, ഞാൻ ഇനി അമ്മയോട് ചേർന്ന് എൻ്റെ അമ്മയുടെ മോളായിട്ട് ജീവിച്ചോളാമെന്ന് പറഞ്ഞ് ഞാൻ അമ്മയടുത്ത് പ്രാർത്ഥിച്ച് എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ കുറേ നേരം ഇരുന്ന് ബൈബിൾ വായിക്കുമ്പോഴൊക്കെ എനിക്ക് ആശ്വാസം കിട്ടുന്ന വചനങ്ങളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ അമ്മയുടെ രൂപത്തിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു,
അമ്മ എനിക്കിത് തരണം. അമ്മ സഞ്ചാരി മാതാവ് ഇപ്പം തന്നെ പോയി എംബസിയിൽ നിന്ന് എൻ്റെ പാസ്പോർട്ട് എടുത്ത് സ്റ്റാമ്പ് ചെയ്യുന്നിടത്ത് കൊണ്ട് വെക്കണം. എനിക്ക് നാളെ എനിക്ക് സന്തോഷ വാർത്ത തരണം. എനിക്ക് സന്തോഷം എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്യുന്നത് കേൾക്കുന്നതാണ്. എനിക്ക് അത് തന്നെ വേണം, എനിക്ക് ആ സന്തോഷം തന്നെ വേണം. അമ്മ പോയേ പറ്റത്തുള്ളൂ, എനിക്കിത് ചെയ്ത് തരണം. ഞാൻ ഇനി ഡേറ്റ് ഇടത്തില്ല, എനിക്ക് നാളെ തന്നെ വേണമെന്ന് പറഞ്ഞു. അല്ലാതെ ഇനി എനിക്ക് ഡേറ്റ് നീട്ടിക്കൊണ്ട് പോകാനില്ല, എനിക്ക് നാളെ തന്നെ വേണം. എനിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ തന്നെ എനിക്ക് ഒരുമിച്ച് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒത്തിരി നേരം മാതാവിനോട് കരഞ്ഞ് വാശി പിടിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ വെഞ്ചരിച്ച നേർച്ച വസ്തുവിൽ ഉപ്പെടുത്ത് ഞാൻ എൻ്റെ ഫോണിൽ കുരിശ് വരച്ചിട്ട് എൻ്റെ ഫോൺ എടുത്ത് എൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നോക്കി. അപ്പോഴും എംബസിയിൽ തന്നെയാണെന്നാണ് കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല, സമയമുണ്ടല്ലോ, ഞാൻ നാളത്തേക്കല്ലേ ചോദിച്ചത്, അന്നേരത്തേക്ക് എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങി. അമ്മയായിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ചു. വീണ്ടും റൂമിൽ കിടക്കാൻ കയറിയപ്പോഴും ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഏകദേശം ഞാൻ വെളുപ്പിനൊരു 4 മണിയോളമായി ഉറങ്ങിയപ്പോൾ. അത്രയും നേരം ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ഞാനും അമ്മയും കൂടി ഈ പേപ്പറിന് വേണ്ടിയിട്ടുള്ള കാര്യത്തിന് പോയി. അത് നടക്കത്തില്ലെന്ന് മനസ്സിലായി. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ ഏജൻസിയിൽ ഒരു മെസ്സേജ് അയച്ചു. എനിക്ക് ഈ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാൻ എത്ര ദിവസം സമയമുണ്ടെന്ന് ചോദിച്ചപ്പം അവരെനിക്ക് റിപ്ലൈ തന്നു, ഇനി ആ ഡോക്യുമെൻറ്റ്സിൻ്റെ ആവശ്യമില്ല, നിങ്ങളുടെ വിസ സ്റ്റാമ്പ് ചെയ്തു എന്നും പറഞ്ഞിട്ട് എൻ്റെ വിസ അവർ ഇട്ട് തന്നു. എനിക്കപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ. ഞാൻ എൻ്റെ അമ്മയും കൂടി പൊട്ടിക്കരഞ്ഞു അന്നേരം. കാരണം ഒത്തിരി ഇതിന് വേണ്ടിയിട്ട് ഒത്തിരി കിടന്ന് ഓടിയിട്ടുണ്ടായിരുന്നു, കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാന നിമിഷം പോകുമെന്ന് ആലോചിച്ച് ഒത്തിരി വേദനയായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാനും അമ്മയും കൂടി റോട്ടിൽ നിന്ന് കരഞ്ഞു. അവിടുന്ന് അതിൻ്റെ തൊട്ട് പിറകെ തന്നെ ടിക്കറ്റ് വിട്ടു തന്നു. 25-ാം തീയതിയാണ് എനിക്ക് ഡേറ്റ് വന്നിരിക്കുന്നത്. 25-ാം തീയതി ഞാൻ ഇവിടുന്ന് പോവുകയാണ്, എൻ്റെ സ്വപ്നഭൂമിയിലേക്ക് പോവുകയാണ്. എൻ്റെ മാതാവ് എന്നെ കൈപിടിച്ച് കൊണ്ടുപോവുകയാണ് അങ്ങോട്ടേക്ക്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നു. അവിടെയുള്ള രോഗികളെ പോയി കാണുകയും അവർക്ക് ഞാൻ ആശ്വാസവാക്ക് പറഞ്ഞു കൊടുക്കുകയും മാതാവിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരച്ചു കൊടുത്ത് നേർച്ച വസ്തുക്കൾ കൊടുത്തുമൊക്കെ ഞാൻ അവരുടെ അടുത്ത് ഒത്തിരി നേരം സംസാരിക്കാറുണ്ടായിരുന്നു. പിന്നെ വഴിയോരങ്ങളിലൊക്കെ കാണുന്ന പാവപ്പെട്ടവർക്ക് ഞാൻ എന്നാലാവുന്ന രീതിയിൽ ഫുഡ് വാങ്ങി കൊടുക്കുകയും എന്തെങ്കിലും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കി പൊതിച്ചോറാക്കി വഴിയോരങ്ങളിൽ ഇരിക്കുന്നവർക്ക് കൊണ്ട് കൊടുക്കും. പിന്നെ എനിക്ക് ഈ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആദ്യം വെച്ച നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് ആത്മീയമായിട്ട് വളരണമെന്നായിരുന്നു. അതെനിക്ക് സാധിച്ചു. കാരണം ഈശോ എന്താണ്, അമ്മ എന്താണെന്നൊന്നും എനിക്ക് അങ്ങനെ അറിയത്തില്ലായിരുന്നു. ഇപ്പം എൻ്റെ അമ്മ എന്താണെന്നും ഈശോ എന്താണെന്നും ഞാൻ വളരെ അധികം അറിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് ഇതിൽ കൂടുതലൊരു സമ്മാനം ഇനി മാതാവ് തരാനില്ല. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് ഞാനിത് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് തീരാത്ത കൊടി നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. ആരും പറയുടെ അടിയിൽ വെക്കാറില്ല, അത് ദീപപീഠത്തിന്മേലാണ് വെക്കണമെന്ന് അമ്മ പറഞ്ഞെന്ന് പറഞ്ഞ് ഇപ്പം വീണ്ടും അമ്മ അത് തന്നെയാണ് ഇവരിലൂടെ സന്ദേശം തരണത്. ഇത് ദീപപീഠത്തിന്മേൽ വെക്കാനുള്ളതാണ്. എല്ലാ മനുഷ്യരും അറിയണം, ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറണം. ഉടമ്പടി എടുക്കുന്നവരെല്ലാം തങ്ങളുടെ വിശ്വാസം ദീപപീഠത്തിന്മേൽ വെക്കണം, അല്ലാതെ താഴെ വെക്കുകയോ മൂടി വെക്കുകയോ ചെയ്യരുത്. വിശ്വാസം ഏറ്റുപറയാനും പ്രത്യക്ഷീകരണം ഏറ്റുപറയാനും അതിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി ലോകത്തിന് കൈമാറാൻ വേണ്ടിയുള്ള ദൈവിക സ്വർഗീയ നടപടിയായിട്ടാണ് അമ്മ നമുക്ക് ഉടമ്പടി തന്നത്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ദിവ്യ സന്തോഷ്, ഇതെൻ്റെ മകൻ സാവിയോ സന്തോഷ്. ഞങ്ങൾ വരുന്നത് ഇടുക്കി ജില്ലയിലെ സെല്ലിയാമ്പാറ സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2024 സെപ്റ്റംബർ 21-ാം തീയതിയാണ്. യൂട്യൂബ് വഴി സാക്ഷ്യം കണ്ടതിനെ തുടർന്നാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ മോന് ലഭിച്ച അത്ഭുതകരമായ രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് മെയിനായിട്ട് ഞങ്ങളിവിടെ നിൽക്കുന്നത്. എൻ്റെ മോന് അഡിനോയിഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ജനനേന്ദ്രിയത്തിന് പ്രശ്നമുണ്ടായിരുന്നു. 3-4 വർഷങ്ങളായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പൂർണ്ണമായിട്ട് മാറുന്നില്ലായിരുന്നു. ജനനേന്ദ്രിയത്തിന് വേദന വരുമ്പോൾ അവന് തലകറക്കം ഉണ്ടാകുമായിരുന്നു, മൂക്കിന് ഇടയ്ക്ക് ശ്വാസം കിട്ടാതെ വരുമായിരുന്നു, പൂർണ്ണമായിട്ടും ശ്വാസം എടുക്കാൻ പറ്റിയിരുന്നില്ല. കഴിഞ്ഞ മാസം ജനുവരി 9-ാം തീയതി ഞാൻ ഇവിടെ പുതുക്കാൻ വരുന്നതിന് മുമ്പായി ഇത് രണ്ടും ശക്തമായിട്ട് ഇവന് കൂടി. അപ്പം ഞാൻ അന്ന് വരുമ്പോൾ ഇവനെ കൂടി കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നി.
അങ്ങനെ ഞാൻ പോന്നപ്പോൾ ഇവനെയും കൂടി ഇവിടെ കൊണ്ടുവന്നു. അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായി. അത് കഴിഞ്ഞ് അച്ഛൻ തൈലം തൊട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നു. അത് ബാത്റൂമിൽ പോയി ജനനേന്ദ്രിയത്തിൽ ഇവൻ്റെ ജനനേന്ദ്രിയത്തിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേർച്ച വസ്തുക്കൾ വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു, മൂക്ക് ഓപ്പണായെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, അമ്മ എനിക്കൊരു കീ ചെയിൻ വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവന് വീട്ടിലെ തെർമോക്കോളും കൊണ്ട് അൾത്താര പോലെ സെറ്റ് ചെയ്തിട്ട് അതിൽ രൂപങ്ങൾ പറക്കി വെക്കുമായിരുന്നു. അപ്പോൾ അവിടെ അവന് തൂക്കിയിടാനാന്ന് എന്നോട് പറഞ്ഞു. ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഞാൻ പറഞ്ഞു പിന്നെ പുറത്തുനിന്ന് വാങ്ങിച്ചു തരാം, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ കൃപാസന മാതാവിൻ്റെ മുഖഭാവമില്ലേ, അതുപോലുള്ളൊരു ചേച്ചി ഞങ്ങളുടെ അടുത്ത് വന്നു. ചേച്ചി എന്ന് പറഞ്ഞാൽ ഒരു 35 വയസ്സിൽ താഴെ പ്രായം കാണുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, കീ ചെയിൻ വാങ്ങിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതിശയിച്ചത് ആരാ, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പിന്നെ ഓർത്തു എൻ്റെ തൊട്ട് പുറകെ നിന്ന് അങ്ങനെ എങ്ങനെ കേട്ടതായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊരു കീ ചെയിൻ വാങ്ങിച്ചു തരാൻ എനിക്ക് തോന്നുവാന്ന് പറഞ്ഞു. ഭയങ്കര കൃപയാട്ടോ ആ ചേച്ചിയുടെ മുഖത്ത്, ഭയങ്കര സൗമ്യതയാണ്, പഞ്ചപാവമാണ്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, എൻ്റെ കയ്യിൽ പൈസയുണ്ട്, ഞാൻ വാങ്ങിച്ചോളാം, അത് ഏത് പാവങ്ങൾക്ക് കൊടുത്തേരെ, ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് തന്നിട്ട് നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഞാനും ഒന്ന് ഉടമ്പടി പുതുക്കിയിട്ട് നിൽക്കുവാണ്, ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് എൻ്റെ മുമ്പിലേക്ക് കയറി നിന്നു. ശരിക്കും അധികാരത്തോടു കൂടിയുള്ള പെരുമാറ്റമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. എൻ്റെ മുമ്പിൽ കയറി നിന്നേച്ചിട്ട് മോനോട് കുനിഞ്ഞ് ചോദിച്ചു, മോന് വേണോന്ന് ചോദിച്ചു. ഇപ്പം ഇവനോട് നേരത്തെ മുതൽ പറഞ്ഞു പഠിപ്പിച്ചേക്കുന്ന പരിചയമില്ലാത്തവർ ആരെന്ത് തന്നാലും അങ്ങനെ വാങ്ങിക്കാനൊന്നും പോവണ്ട. ഇവൻ്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം കൊണ്ട് അത് ഒതുക്കി മനസ്സിൽ തന്നെ വെക്കാറേ ഉള്ളൂ. എല്ലാം സാധിച്ചു കൊടുക്കാനൊന്നും നമ്മളെക്കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെ പറയല്ലടാ കണ്ണാന്ന് പറഞ്ഞ് വലത് കൈ കൊണ്ട് ഈ കീ ചെയിന് ഇവൻ്റെ ഈ വലത്ത് പോക്കറ്റിലിട്ട് കൊടുത്തു. ഇവൻ ഈ സൈഡിലാണ് നിൽക്കുന്നത്, ഈ അമ്മ ഈ സൈഡിൽ നിൽക്കുന്നു. സ്വാഭാവികമായിട്ട് ഈ വലത് കൈ കൊണ്ട് ഇടത് പോക്കറ്റിലിടാനാണ് നമുക്ക് തോന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ല ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ട് മുമ്പ് തന്നെ ഇവനോട് ചോദിച്ചു, മോൻ ഇതിൽ ഏത് കീ ചെയിനാണ് ഇഷ്ടമെന്ന്. അപ്പോൾ ഇവനൊന്നും മിണ്ടിയില്ല. അപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് മോൻ ഈ കീ ചെയിൻ തരാനാണ് ഇഷ്ടമെന്നും പറഞ്ഞ് ഈ കീ ചെയിൻ ഇട്ട് കൊടുത്തു. ആ കയ്യിൽ 2 കീ ചെയിൻ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു, അതിലൊന്ന് ഇതാ ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ ഓർത്തു ഇത് കഴിഞ്ഞിട്ട് അങ്ങ് പോകുമായിരിക്കും, ഉടമ്പടി എടുത്ത് ഇങ്ങനെ കൃപയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കും എന്നാണ് ഞാൻ അത്രയും നേരം വിചാരിച്ചുകൊണ്ടിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങ് മാറി നിന്നേച്ചിട്ട് പിന്നെയും തിരിഞ്ഞ് അവിടെ തന്നെ നിന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ ഞാൻ ക്യൂവിലുണ്ടായിരുന്നു കേട്ടോ, ഞാൻ മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, മോൻ്റെ അസുഖങ്ങളൊക്കെ മാറിക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞു. എന്നുവെച്ചിട്ട് അങ്ങ് നടന്നു പോയി കേട്ടോ. അപ്പം എനിക്ക് അപ്പം ആകെ മൊത്തം എൻ്റെ തലയ്ക്ക് കിട്ടുന്നത്, വേഗം പോയി ആ വാതിലില്ലേ നേർച്ച വസ്തുക്കളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇറങ്ങുന്ന ആ വാതിൽ, അവിടെ ചെന്ന് നോക്കി നിന്നോളാൻ. അപ്പം ഞാൻ ഇവനെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന് നിന്നപ്പം ഈ അമ്മ കുറേ നടന്നങ്ങ് പോകുന്നോടും കണ്ടു. ആ സമയത്ത് തന്നെ ഒരു സെൻറ്റ് നല്ല സുഗന്ധം ഫീൽ ചെയ്തു കേട്ടോ. അപ്പം ഞാൻ ഓർത്തു ഇവിടെ വന്നിട്ട് പോകുമ്പോൾ അമ്മ നമ്മളെ സ്വീകരിക്കുന്നതായിരിക്കുമെന്ന്. ആ സെൻറ്റിൻ്റെ സ്മെല്ല് തന്നെ ഞാൻ 2ാമത് ഇവിടെ പുതുക്കാൻ വന്നപ്പോൾ നമ്മുടെ ഇവിടെ സമയ ഘടികാരം നെഞ്ചിലേറ്റി അമ്മയുടെ ഫോട്ടോ ഉണ്ടല്ലോ, അവിടെ നിന്നപ്പോൾ അതുപോലെ സുഗന്ധം അനുഭവപ്പെട്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ചേച്ചിയോട് ചോദിച്ചു, ചേച്ചിക്ക് ഇങ്ങനെ സുഗന്ധം അനുഭവപ്പെടുന്നുണ്ടോ? അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, കൊച്ചു പറഞ്ഞപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടു, മാതാവ് നമ്മളെ അനുഗ്രഹിക്കുന്ന ആട്ടോ എന്ന് പറഞ്ഞു.